ഹരി ഓം. സംസ്കൃത കളരി യൂട്യൂബ് ചാനലിലെ ഓൺലൈൻ സംസ്കൃത ക്ലാസിൻ്റെ ഈ 10ാമത് വീഡിയോ വീക്ഷിക്കുവാൻ എല്ലാ അനുവാചകരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതുവരെയുള്ള വീഡിയോകൾ വീക്ഷിച്ചവരിൽ നിന്നും ഈ ഓൺലൈൻ ക്ലാസ് കൂടുതൽ പ്രയോജനപ്രദം ആകത്തക്കവണ്ണം മെച്ചപ്പെടുത്താൻ ഉതകുന്ന, ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അടുത്ത വീഡിയോ മുതൽ അങ്ങനെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പരിഹരിക്കപ്പെടേണ്ടതായ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അവയും അറിയിക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഈ ലിങ്കിലെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റുകളായോ ജിമെയിൽ, വാട്സാപ്പ് എന്നീ മീഡിയകളിലൂടെയോ അറിയിക്കാവുന്നതാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി വിഭക്തി ബഹുവചനങ്ങളാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചതുർത്ഥി ബഹുവചനം പരിചയപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് സമാപിപ്പിച്ചത്. ഇന്ന് നമുക്ക് പഞ്ചമി, ഷഷ്ടി വിഭക്തികൾ പരിചയപ്പെടാൻ ശ്രമിക്കാം. ബാലശബ്ദത്തിന്റെ പഞ്ചമി ഏകവചനം ബാലാത് എന്നാണെന്നും അതിൻ്റെ ബഹുവചനം ബാലേഭ്യഃ എന്നാണെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ചതുർത്ഥി വിഭക്തിയിലെ ബഹുവചനവും ബാലേഭ്യഃ എന്ന് തന്നെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതുമാണ്. അതായത് ചതുർത്ഥിയിലും പഞ്ചമിയിലും ബഹുവചന രൂപങ്ങൾ ഒരുപോലെ തന്നെയാണ്. ബാലേഭ്യഃ. പഞ്ചമിയുടെ അർത്ഥം ഇൽ നിന്ന് കാൾ എന്നാണെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ബാലശബ്ദത്തിൻ്റെ പഞ്ചമി ഏകവചനവും ബഹുവചനവും യഥാക്രമം ബാലാത്, ബാലേഭ്യഃ എന്നാണല്ലോ. അതുപോലെ തന്നെ രാമാത്, രാമേഭ്യഃ, ദേവാത്, ദേവേഭ്യഃ, ജനകാത്, ജനകേഭ്യഃ, വൃക്ഷാത്, വൃക്ഷേഭ്യഃ, ശിക്ഷകാത്, ശിക്ഷകേഭ്യഃ. ഇതെല്ലാം ഇൽ നിന്ന് കാൾ എന്നുള്ള അർത്ഥമാണ് ഈ പദങ്ങൾക്കെല്ലാം. ഇതെല്ലാം പഞ്ചമി ഏകവചനവും ബഹുവചനവും. പഞ്ചമി ഏകവചനത്തിൻ്റെ പ്രശ്നപദം, അതായത് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദം കസ്മാത് എന്ന് ആണല്ലോ. ബഹുവചന ചോദ്യപദം ചതുർത്ഥി ബഹുവചനം പോലെ തന്നെ കേഭ്യഃ എന്നാണ്. കേഭ്യഃ എന്നത് ചതുർത്ഥി ബഹുവചനവുമാണ്, പഞ്ചമി ബഹുവചനവും ആണ്. ബാലഃ കസ്മാത് ആഗച്ഛതി. ബാലഃ കസ്മാത് ആഗച്ഛതി. ബാലൻ എവിടെ നിന്ന് അല്ലെങ്കിൽ എന്തിൽ നിന്ന് വരുന്നു? ചോദ്യം. കസ്മാത് എന്നുള്ള ഏകവചനത്തിന്റെ ചോദ്യം. ഉത്തരം ബാലഃ വിദ്യാലയാത് ആഗച്ഛതി. വിദ്യാലയാത് ആഗച്ഛതി. ഇതുപോലെ മന്ദിരാത് ആഗച്ഛതി, ദേവാലയാത്, ആപണാത് എന്നെല്ലാം പറയാൻ സാധിക്കും. ബഹുവചനത്തിൽ ആക്കുമ്പോൾ ബാലാഹ കേഭ്യഃ ആഗച്ഛന്തി എന്ന് ചോദിക്കാം. ബാലാഹ കേഭ്യഃ ആഗച്ഛന്തി. കുട്ടികൾ എവിടെ നിന്ന് വരുന്നു? ഉത്തരം ബാലാഹ വിദ്യാലയേഭ്യഃ ആഗച്ഛന്തി. ബാലാഹ വിദ്യാലയേഭ്യഃ ആഗച്ഛന്തി. കുട്ടികൾ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്നു. വിദ്യാലയേഭ്യഃ എന്നുള്ളത് ബഹുവചനം, വിദ്യാലയങ്ങളിൽ നിന്ന്. ബാലിക കസ്മാത് പുഷ്പാണി ആനയതി. ബാലിക പെൺകുട്ടി എവിടെ നിന്ന് പുഷ്പങ്ങൾ
കൊണ്ടുവരുന്നു. ബാലിക ഉദ്യാനാത് പുഷ്പാണി ആനയതി. ബാലിക ഉദ്യാനത്തിൽ നിന്ന് പുഷ്പങ്ങളെ കൊണ്ടുവരുന്നു. ബഹുവചനത്തിൽ ചോദിക്കുകയാണെങ്കിൽ ബാലികാഹ കേഭ്യഃ പുഷ്പാണി ആനയന്തി. പെൺകുട്ടികൾ എവിടെ നിന്ന് പുഷ്പങ്ങളെ കൊണ്ടുവരുന്നു? ഉത്തരം ബാലികാഹ ഉദ്യാനേഭ്യഃ പുഷ്പാണി ആനയന്തി. പെൺകുട്ടികൾ ഉദ്യാനങ്ങളിൽ നിന്ന് പൂക്കൾ കൊണ്ടുവരുന്നു. കസ്മാത് ഫലം പതതി. എവിടെ നിന്ന് അല്ലെങ്കിൽ എന്തിൽ നിന്ന് പഴം വീഴുന്നു? കസ്മാത് ഫലം പതതി. ഉത്തരം വൃക്ഷാത് ഫലം പതതി. വൃക്ഷത്തിൽ നിന്ന് ഫലം വീഴുന്നു. വൃക്ഷാത് വൃക്ഷത്തിൽ നിന്ന്. അത് ബഹുവചനത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ കേഭ്യഃ ഫലാനി പതന്തി. കേഭ്യഃ ഫലാനി പതന്തി. എവിടെ നിന്ന് അല്ലെങ്കിൽ എന്തിൽ നിന്ന് അല്ലെങ്കിൽ ഏവയിൽ നിന്ന് ബഹുവചനമാണ്, അതുകൊണ്ടാണ് ഏവയിൽ നിന്ന് എന്ന് എടുത്തു പറഞ്ഞത്. ഫലാനി പതന്തി ഫലങ്ങൾ വീഴുന്നു. വൃക്ഷേഭ്യഃ ഫലാനി പതന്തി. വൃക്ഷങ്ങളിൽ നിന്ന് പഴങ്ങൾ വീഴുന്നു. വൃക്ഷേഭ്യഃ ഫലാനി പതന്തി. നദീ കസ്മാത് പ്രവഹതി. നദീ കസ്മാത് പ്രവഹതി. നദി എവിടെ നിന്ന് പ്രവഹിക്കുന്നു, ഒഴുകുന്നു? നദി എവിടെ നിന്ന് പ്രവഹിക്കുന്നു? നദി പർവ്വതാത് പ്രവഹതി. നദി പർവ്വതത്തിൽ നിന്ന് പ്രവഹിക്കുന്നു, ഒഴുകുന്നു. ഏതിൽ നിന്ന് ഒഴുകുന്നു? പർവ്വതത്തിൽ നിന്ന് ഒഴുകുന്നു. നദ്യഃ കേഭ്യഃ പ്രവഹന്തി. നദികൾ ഏതിൽ നിന്ന് അല്ലെങ്കിൽ ഏവയിൽ നിന്ന് പ്രവഹിക്കുന്നു? നദ്യഃ കേഭ്യഃ പ്രവഹന്തി. നദികൾ ഏവയിൽ നിന്ന് പ്രവഹിക്കുന്നു. നദ്യഃ പർവ്വതേഭ്യഃ പ്രവഹന്തി. നദ്യഃ പർവ്വതേഭ്യഃ പ്രവഹന്തി. പർവ്വതേഭ്യഃ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളിൽ നിന്ന് ബഹുവചനം. നദികൾ പർവ്വതങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നു. ചതുർത്ഥി ബഹുവചനത്തിന് ഉദാഹരണങ്ങളായി പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ പറയുകയുണ്ടായി. ബാലകേഭ്യഃ, അധ്യാപകേഭ്യഃ, ജനേഭ്യഃ, ഗജേഭ്യഃ, മിത്രേഭ്യഃ, ചോരേഭ്യഃ തുടങ്ങിയവ പഞ്ചമി ബഹുവചനത്തിനും ഉദാഹരണങ്ങളാണ്. കാരണം ചതുർത്ഥി ബഹുവചനവും പഞ്ചമി ബഹുവചനവും ഒരേപോലെ തന്നെയാണ്, ഒരേ രൂപം തന്നെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ചതുർത്ഥി ബഹുവചനത്തിൽ പറഞ്ഞ എല്ലാ പദങ്ങളും പഞ്ചമി ബഹുവചനത്തിലും ഉപയോഗിക്കാവുന്നതാണ്. അർത്ഥം പറയുമ്പോൾ ഒന്ന് ചതുർത്ഥിയായിട്ടും മറ്റത് പഞ്ചമിയായിട്ടും പറയണം എന്ന് മാത്രം. ബാലശബ്ദത്തിന്റെ ഷഷ്ടി ഏകവചന രൂപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ബാലസ്യ, ഷഷ്ടി ഏകവചനം ബാലസ്യ, ബാലന്റെ എന്ന് അർത്ഥം. ബാലന്റെ, ബാലസ്യ, ബാലന്റെ. ഉടേ, ഇന്റെ, ഇക്ക്, ന് എന്നൊക്കെയാണ് ഷഷ്ടി വിഭക്തിയുടെ അർത്ഥം എന്നും നാം കണ്ടതാണ്. ബാലസ്യ എന്നതിൻ്റെ ബഹുവചനം ബാലാനാം, ബാലന്മാരുടെ എന്ന് അർത്ഥം. ബാലാനാം, ബാലന്മാരുടെ. ബാലസ്യ, ബാലന്റെ, ബാലാനാം, ബാലന്മാരുടെ. ഇതുപോലെ മറ്റു ചില പദങ്ങളുടെ ഏകവചനവും ബഹുവചനവും പറയാം. രാമസ്യ, രാമാണാം. ദേവസ്യ, ദേവാനാം. ജനകസ്യ, ജനകാനാം. വൃക്ഷസ്യ,
വൃക്ഷാണാം, ശിക്ഷകസ്യ ശിക്ഷകാണാം. രാമാണാം എന്ന് പറഞ്ഞാൽ രാമന്മാരുടെ, ദേവാനാം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ, ജനകാനാം എന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ, വൃക്ഷാണാം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ, ശിക്ഷകാണാം എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ. എല്ലാം ഉടെ എന്ന് അവസാനിക്കുന്നു, ഉടെ എന്ന അർത്ഥം. ബാലാനാം, ദേവാനാം, ജനകാനാം തുടങ്ങിയ പദങ്ങൾ നാം എന്ന് അവസാനിക്കുന്നു. അതേസമയം ചില പദങ്ങൾ രാമാണാം, വൃക്ഷാണാം, ശിക്ഷകാണാം തുടങ്ങിയ പദങ്ങൾ നാം എന്ന് അവസാനിക്കുന്നു. ഇങ്ങനെ ന ചിലപ്പോൾ ന ആകുന്നതിൻ്റെ നിയമം തൃതീയ വിഭക്തി ഏകവചനം പരിചയപ്പെട്ടപ്പോൾ നാം മനസ്സിലാക്കിയതാണ്. അവിടെ രാമേണ എന്നുള്ള രീതിയിൽ ന എന്ന് അവസാനിക്കുന്ന പദങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണ് ഈ ന ആകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു സൂചന നൽകുകയുണ്ടായി. ഷ, രാ, ഋ ഈ 3 അക്ഷരങ്ങളുടെ സാമീപ്യത്താൽ ചിലപ്പോൾ നകാരം നകാരം ആകും. ഷ, ര, ഋ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇനി ഇത് കൂടെ കൂടെ വരുമ്പോൾ ഈ സംശയം ആർക്കും തോന്നാൻ ഇടയാകരുത്. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഷ, ര, ഋ ഈ അക്ഷരങ്ങൾ വന്നാൽ അതിൻ്റെ സമീപത്ത് വരുന്ന ന ചിലപ്പോൾ ന ആയിട്ട് മാറും. നകാരം നകാരം ആയിട്ട് മാറും. ഇതിന് നകാരത്തിന് ണത്വം സംഭവിക്കുന്നു എന്നും പറയും. ണത്വം എന്ന് പറഞ്ഞാൽ ന എന്ന അക്ഷരം തന്നെ ണത്വം. നകാരത്തിന് ണത്വം ഭവിക്കും എന്നും പറയും. ഷഷ്ഠി വിഭക്തിയിലെ പ്രശ്നപദം, അതായത് ചോദ്യപദം ഏതാണ്? ഏകവചനം നമുക്കറിയാം, കസ്യ. കസ്യ എന്ന് പറഞ്ഞാൽ ആരുടെ അല്ലെങ്കിൽ എന്തിൻ്റെ എന്നാണ് അർത്ഥം. ഷഷ്ഠി ബഹുവചനത്തിലെ പ്രശ്നപദം കേഷാം. കേഷാം അതും ആരുടെ അല്ലെങ്കിൽ ഏവയുടെ ബഹുവചനമാണ്. ആരുടെയെല്ലാം, ഏതിൻ്റെയെല്ലാം എന്ന് അർത്ഥം പറയാം. ചില വാക്യങ്ങൾ നോക്കാം. കൗരവാഹ കസ്യ പുത്രാഹ. കൗരവാഹ കസ്യ പുത്രാഹ. കൗരവന്മാർ ആരുടെ പുത്രന്മാരാണ്? ഉത്തരം കൗരവാഹ ധൃതരാഷ്ട്രസ്യ പുത്രാഹ. കൗരവാഹ ധൃതരാഷ്ട്രസ്യ പുത്രാഹ. കൗരവന്മാർ ധൃതരാഷ്ട്രന്റെ പുത്രന്മാരാണ്. ധൃതരാഷ്ട്രസ്യ ധൃതരാഷ്ട്രന്റെ, കസ്യ ആരുടെ. അത് ബഹുവചനത്തിൽ ചോദിക്കുകയാണെങ്കിൽ നേരെ തിരിച്ചു ചോദിക്കാം. കേഷാം പിതാ ധൃതരാഷ്ട്രഃ. കേഷാം പിതാ ധൃതരാഷ്ട്രഃ. ആരുടെ എല്ലാം പിതാവാണ് ധൃതരാഷ്ട്രൻ. ആരുടെ എന്നുള്ള ബഹുവചനം. ആരുടെ പിതാവാണ് ധൃതരാഷ്ട്രർ. കൗരവാണാം പിതാ ധൃതരാഷ്ട്രഃ. കൗരവാണാം പിതാ ധൃതരാഷ്ട്രഃ. കൗരവന്മാരുടെ അച്ഛനാണ് ധൃതരാഷ്ട്രൻ. വേറൊരു വാക്യം നോക്കാം. ഛാത്രാഹ തേഷാം ഉത്തരപത്രാണി കസ്യ ഹസ്തേ യച്ഛന്തി. ഛാത്രാഹ വിദ്യാർത്ഥികൾ, തേഷാം എന്ന് പറഞ്ഞാൽ അവരുടെ, അതും ഷഷ്ഠി ബഹുവചനമാണ്. ഉത്തരപത്രാണി എന്ന് പറഞ്ഞാൽ ഉത്തരക്കടലാസുകൾ, ഉത്തരപേപ്പറുകൾ, ആൻസർ പേപ്പേഴ്സ്. കസ്യ ആരുടെ, ഹസ്തേ യച്ഛന്തി കയ്യിൽ നൽകുന്നു. ഛാത്രാഹ തേഷാം ഉത്തരപത്രാണി കസ്യ ഹസ്തേ യച്ഛന്തി. വിദ്യാർത്ഥികൾ അവരുടെ ഉത്തരക്കടലാസുകൾ
ആരുടെ കയ്യിൽ നൽകുന്നു? ഛാത്രാഹ തേഷാം ഉത്തരപത്രാണി കസ്യ ഹസ്തേ യച്ഛന്തി, ആരുടെ കയ്യിൽ നൽകുന്നു? അതിന് ഉത്തരം പറയുമ്പോൾ ഛാത്രാഹ തേഷാം ഉത്തരപത്രാണി ശിക്ഷകസ്യ ഹസ്തേ യച്ഛന്തി, വിദ്യാർത്ഥികൾ അവരുടെ ഉത്തരപേപ്പറുകൾ, ഉത്തരക്കടലാസുകൾ അധ്യാപകന്റെ കയ്യിൽ കൊടുക്കുന്നു. ശിക്ഷകഃ കേഷാം ഉത്തരപത്രാണി സ്വീകരോതി, ശിക്ഷകൻ അധ്യാപകൻ, കേഷാം ആരുടെ ബഹുവചനം, ഉത്തരപത്രാണി ഉത്തരക്കടലാസുകൾ, സ്വീകരോതി സ്വീകരിക്കുന്നു. അധ്യാപകൻ ആരുടെ ഉത്തരക്കടലാസുകൾ സ്വീകരിക്കുന്നു? ശിക്ഷകഃ തേഷാം ഛാത്രാണാം ഉത്തരപത്രാണി സ്വീകരോതി. ശിക്ഷകഃ അധ്യാപകൻ, തേഷാം അവരുടെ, ഛാത്രാണാം വിദ്യാർത്ഥികളുടെ, തേഷാം ഛാത്രാണാം എന്ന് ഒന്നിച്ചു പറയുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ, അവരുടെ വിദ്യാർത്ഥികളുടെ, ഒന്നിച്ചു പറയുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ. സംസ്കൃതത്തില് വിശേഷണവും വിശേഷ്യവും ഒരേ ലിംഗ വചന വിഭക്തികളിൽ ആയിരിക്കണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഛാത്രാണാം എന്നുള്ളത് ഷഷ്ടി ബഹുവചനം ആയതുകൊണ്ട് അതിൻ്റെ വിശേഷണമായിട്ട് വരുന്ന അവരുടെ എന്നുള്ള തേഷാം എന്നതും ഷഷ്ടി ബഹുവചനം. ഉത്തരപത്രാണി സ്വീകരോതി, ഉത്തരപേപ്പറുകൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ അധ്യാപകൻ ആ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ സ്വീകരിക്കുന്നു. മാതാ കസ്യ വസ്ത്രാണി പ്രക്ഷാളയതി, പ്രക്ഷാളയതി എന്ന് പറഞ്ഞാൽ കഴുകുന്നു, അലക്കുന്നു എന്നൊക്കെ അർത്ഥം. മാതാ അമ്മ, കസ്യ വസ്ത്രാണി ആരുടെ വസ്ത്രങ്ങൾ കഴുകുന്നു, അമ്മ ആരുടെ വസ്ത്രങ്ങൾ അലക്കുന്നു. മാതാ പുത്രസ്യ വസ്ത്രാണി പ്രക്ഷാളയതി, അമ്മ പുത്രന്റെ വസ്ത്രങ്ങൾ അലക്കുന്നു. പുത്രസ്യ വസ്ത്രാണി പ്രക്ഷാളയതി, പുത്രസ്യ പുത്രന്റെ. മാതാ കേഷാം വസ്ത്രാണി പ്രക്ഷാളയതി, അമ്മ ആരുടെയെല്ലാം വസ്ത്രങ്ങൾ കഴുകുന്നു. കേഷാം എന്നുള്ളത് ചോദ്യം ബഹുവചനം, ഉത്തരം ബഹുവചനമായിരിക്കണം. മാതാ പുത്രാണാം വസ്ത്രാണി പ്രക്ഷാളയതി, അമ്മ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ കഴുകുന്നു. മാതാ പുത്രാണാം വസ്ത്രാണി പ്രക്ഷാളയതി. ഈ വാക്യങ്ങൾ നോക്കുക. സൂര്യവംശജാനാം ഗുരുഹു വസിഷ്ഠഃ. സൂര്യവംശജാനാം എന്ന് പറഞ്ഞാൽ സൂര്യവംശത്തിൽ ജനിച്ചവരുടെ, വംശജൻ എന്ന് പറഞ്ഞാൽ വംശത്തിൽ ജനിച്ചവൻ. സൂര്യവംശജാനാം സൂര്യവംശത്തിൽ ജനിച്ചവരുടെ ഗുരുഹു വസിഷ്ഠഃ, അവരുടെ ഗുരു വസിഷ്ഠനാണ്. അതായത് രഘുവംശത്തിൽ ശ്രീരാമന്റെയും മറ്റും വംശപരമ്പരയിലുള്ള ഗുരുവാണ് വസിഷ്ഠൻ. ഇത് ഷഷ്ടി ബഹുവചനമാണ്, സൂര്യവംശജാനാം. അതുപോലെ ദേവാനാം ഗുരുഹു ബൃഹസ്പതി, ദേവന്മാരുടെ ഗുരു ബൃഹസ്പതി. ദേവാനാം ഷഷ്ടി ബഹുവചനം, ദേവാനാം ഗുരുഹു ബൃഹസ്പതി. അസുരാണാം ഗുരുഹു ശുക്രഃ, അസുരാണാം ഗുരുഹു ശുക്രഃ, അസുരന്മാരുടെ ഗുരു ശുക്രൻ. പാണ്ഡവാനാം പിതാ പാണ്ഡുഹു, പാണ്ഡവാനാം പിതാ പാണ്ഡുഹു, പാണ്ഡവന്മാരുടെ അച്ഛൻ പാണ്ഡു. ഭാരതീയാനാം രാജ്യം ഭാരതം, ഭാരതീയാനാം രാജ്യം ഭാരതം, ഭാരതീയരുടെ, ഭാരതീയാനാം ഭാരതീയന്മാരുടെ, മലയാളത്തിൽ പറയുമ്പോൾ ഭാരതീയരുടെ രാജ്യം ഭാരതം. പുരാണാനാം കർത്താ വ്യാസഃ, പുരാണാനാം പുരാണങ്ങളുടെ ഷഷ്ടി ബഹുവചനം. പുരാണാനാം കർത്താ കർത്താവ്, വ്യാസഃ വ്യാസൻ ആകുന്നു. മൃഗാണാം രാജാ സിംഹഃ, മൃഗങ്ങളുടെ രാജാവ് സിംഹം.
മൃഗാണാം രാജാ സിംഹഃ. മൃഗങ്ങളുടെ രാജാവ് സിംഹം. ഖഗാനാം നേതാ ഗരുഡഃ. ഖഗാനാം പക്ഷികളുടെ, ഖഗാനാം ഖഗം പക്ഷി, ഖഗാനാം പക്ഷികളുടെ. ഖഗാനാം നേതാ, നേതാ എന്നോ രാജ എന്നോ എന്തുവേണേ പറയാം. ഗരുഡഃ ഗരുഡൻ ആകുന്നു. പക്ഷികളുടെ നേതാവ് ഗരുഡൻ ആകുന്നു. ഈ 10ാമത് വീഡിയോ വീക്ഷിച്ച ഏവർക്കും നന്ദി. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കണം. വരും വീഡിയോകളുടെ അറിയിപ്പുകൾ ലഭിക്കാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ പ്രസാരണം സുഗമമായി നടത്തിക്കൊണ്ടുപോകുവാൻ എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ഹരി ഓം.